എവിടാടി? നമ്മളിപ്പോ ഉള്ളത് എവിടാണ്? ചെറായി ബീച്ച് സുഹൃത്തുക്കളെ, ചെറായി ബീച്ച്. ഡേഞ്ചറാ, അതാണ് ഡേഞ്ചറാ. അപ്പോൾ നമ്മള് ഇന്നലെ രാത്രി നൈറ്റ് വന്നത് നമ്മള് ചെറായി ബീച്ചിനടുത്ത് ഒരു ബീച്ച് റിസോർട്ടല്ല, ഒരു ചെറിയൊരു ഹോട്ടലാണ്. ഇവിടെ വലിയ റിസോർട്ടായിട്ടൊന്നുമില്ല, എത്ര ഒരു 4-5 റൂംസ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ഹോട്ടലില് സിമ്പിൾ റൂംസ്. അപ്പം നമ്മളിത് ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ. അമ്പുവേ ഗുഡ് മോർണിംഗ്. ഇത് എന്തോ ഉണങ്ങി പിടിച്ചിരിക്കുന്നതൊക്കെ. ഒരു വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളി. ഇതേ അങ്ങനെ വിദൂരയിൽ നിന്ന് ഒരു ബോട്ട് കണ്ടോ സുഹൃത്തുക്കളെ? ഇന്നലെ തമ്പുരുവിന് ഈ ബീച്ച് ഇറങ്ങണമെന്ന്, അണ്ട് ഇവിടെ ഇറങ്ങണമെന്ന് ഇച്ചിരി ഇമ്മണി ആഗ്രഹമൊന്നും അല്ല പെങ്കൊച്ചിന് കേട്ടോ. എടി ഇന്നലെ ഏത് ബീച്ച് അടിയോളം ഇറങ്ങണമെന്ന് പറഞ്ഞ വന്ന ഉടനെ അല്ല 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 എന്തായാലും വൈബാട്ടോ. ഞാൻ ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മീൻസ് എന്ത് ഇത്രയും ക്ലോസ് ആണെന്ന് വിചാരിച്ചില്ല. നമ്മൾ വർക്കലയിലൊക്കെ പോയപ്പോൾ രാത്രി വന്നത് കണ്ടപ്പോ പേടിച്ചു. രാത്രി ഭയങ്കര വെള്ളം, ഇത് ഉറങ്ങുമ്പോ മൊത്തം ഈ തിരയുടെ ശബ്ദമായിരുന്നു. രാത്രി ഞാൻ പലപ്പോഴും ഉണർന്ന് അങ്ങനെ പോകല്ലോ. എങ്ങനെയുണ്ട് എന്നാലും? ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. ബാത്റൂം നോക്കുന്നുണ്ടോ? ഭയങ്കര സ്പേസ് ആട്ടോ. അത് മാത്രമല്ല അതെ നമുക്ക് അപ്പിയിടുമ്പം ബീച്ച് കണ്ടോണ്ട് അപ്പിയിടാം അല്ലേ? ഇത് ക്ലോസറ്റ്, ഇതാണ്ട് ഇത് ബീച്ച് വ്യൂ കണ്ടോ. ബ്രഷ് ഇല്ലല്ലേ? ഉണ്ടാ? ഞാൻ വിചാരിച്ചു ഹോട്ടലിൽ ബ്രഷ് കാണുമെന്ന്. ഇവിടെ ബ്രഷ് ഇല്ല. ബ്രഷ് കൊണ്ടുവന്ന് തമ്പര് ഉപ്പോളം വാരി മൊത്തത്തിൽ ഒരക്കടി പല്ലിട്ട് നല്ല പെട്ടെന്ന് വെളുക്കും പല്ല്. ഉപ്പോളം വാരി തേച്ച് ബ്രഷ് കൊണ്ടുവന്നാ? തേപ്പൊട്ടിയൊക്കെ കൊണ്ടുവന്നാടി? ആ ഫുൾ കിറ്റാണ് കേട്ടോ, അടിപൊളി. ആ എന്റെ ബ്രഷാ നല്ല ബ്രഷ് കേട്ടോ തമ്പൂര്, എന്റെ വെള്ള ബ്രഷ. അവന കൂറ ഇത് കളർ അവളിങ്ങനെയൊക്കെ പറഞ്ഞാൽ ബീച്ചിൽ കൊച്ചുങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, നോട്ട് അലൗഡ് ആണ് തമ്പുരു. അല്ലല്ല ഇവിടുത്തെ എല്ലാ ബീച്ചിലും ബോർഡ് വെച്ചിട്ടുണ്ട് ചിൽഡ്രൻസ് നോട്ട് അലൗഡ്. ഞാൻ ഇങ്ങനെ ഇറങ്ങും, തമ്പുരും അമ്മയും കരയിൽ നിൽക്കണം. വാവേ നോക്കണ്ടേ? നിങ്ങളിപ്പോ കരയിൽ നിൽക്കണം, വാവേ നോക്കണം, പിന്നെ നോട്ട് അലൗഡാ. പിള്ളേർക്കൊന്നും ബീച്ചിൽ ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയൊരു മുതല്. എഡിറ്റ് ചെയ്യണോ? എഡിറ്റ് ചെയ്യണോ? ലാപ്ടോപ്പ് എവിടെ ഇട്ടാലും ഈ ലാപ്ടോപ്പിനടുത്ത് വരും കേട്ടോ. ഇതിനകത്ത് പിടിച്ച് 2 ഞെക്ക് വെക്കില്ലെങ്കിൽ അവൻ എന്തോ ഒരു സമാധാനം കേടാ. ഉമ്മയമ്മ ഇറങ്ങുന്ന അതേ കണക്ക് ആക്ട് ചെയ്ത് ഇറങ്ങും. അല്ല രാത്രി വന്നപ്പം മൃദുല എനിക്ക് വണ്ടി എവിടെ ഇടാൻ മനസ്സൊന്നുമില്ല. കറക്റ്റ് ഒരു നല്ലൊരു തിരയടിച്ച വണ്ടിയുടെ മണ്ടയുടെ കടലിലോട്ട് ഇത് ആരെങ്കിലും പൊക്കി തരണം കേട്ടാ. ഇവിടെ വണ്ടി ആരും കേറ്റാത്തതാണ് വണ്ടി എവിടെ. അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ ചെറായി ബീച്ചിലെ യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. അല്ല അടുത്തോ വണ്ടി കയറും. ചെറിയ റോഡാട്ടോ സത്യം. നീ നമ്മൾ ഗോവയിൽ പോയിട്ടില്ലേ? ഗോവയിൽ ഇതേ കണക്കത്തെ റോഡാ. ഈ ചെറായി ബീച്ച് നമ്മുടെ എറണാകുളത്ത് നിന്ന് എനിക്ക് 40 കിലോമീറ്റർ എന്തോ ഉണ്ട് ഉള്ളിലോട്ടാണ്. പക്ഷെ ഇത് ഫേമസ് ആണെന്ന് വെച്ചാൽ ഇവിടെ തിര കുറവാണ്, തിരയും കുറവാണ്, ആഴവും കുറവാണെന്ന് പറയുന്നത് ബീച്ചിന്. അതുകൊണ്ടാണ് ഒരുപാട് അങ്ങനെയാണ് പറയണത്. അതുപോലെ തന്നെ ഒരുപാട് പേര് നീന്താൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഫോറിനേഴ്സ് ഒക്കെ ഒരുപാട് പേരോട് വരും. പിന്നെ അതുപോലെ തന്നെ ഫേമസ് ഇവിടെ ഡോൾഫിനെ കാണാൻ പറ്റും. ചെറായി ബീച്ചിൽ വെളുപ്പിനെ രാവിലെയൊക്കെ ഡോൾഫിനെ കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ലക്ക് ഉണ്ടെങ്കിൽ ഡോൾഫിനെ കാണാൻ പറ്റത്തുള്ളൂ. നിനക്കത് തീരെ ഇല്ലാത്തോണ്ട് എന്തായാലും കാണാൻ പറ്റത്തില്ല. നോക്കി ഇതില്ല മരമല്ലേ, പൈൻ മരമല്ലേ ഇത്? പൈൻ മരമാണ്.
പിന്നെ ഫുള്ള് തെങ്ങൊക്കെ ആട്ടോ കൂടുതലുള്ള. എന്തായാലും അടിപൊളി സ്ഥലമാണ്. നമ്മളെ വൈബുണ്ട്. എന്തൊരു ചെറിയൊരു ഈ റോഡും സൈഡിലെ ബീച്ചും ഒക്കെ ആകുമ്പോൾ നമ്മളെ വർക്കലയിൽ നിന്ന് കഴക്കൂട്ടത്തിൽ നിന്ന് നമ്മളെ വർക്കല പോകുന്ന വഴിക്ക് 5 തെങ്ങ് ആ സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതിനെക്കാട്ടി കുറച്ചും കൂടി നൈസ് ആയിട്ടുണ്ട്. പിന്നെ ഈ കല്ല് കെട്ടി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബീച്ച് അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ ഒരു വോളിബോൾ കോർട്ട്. അതൊക്കെ ആയിരിക്കും വൈബ്. അടിക്കുമ്പോൾ അങ്ങ് പോയി കടലിൽ പോകത്തില്ലയോ? എത്രയോ ബോൾ പോയിട്ടുണ്ടായിരിക്കും. ഇവിടെ മൊത്തം ബീച്ച് റിസോർട്ട് ഉണ്ട്. അതാണ് സൈഡിൽ നിന്ന് കാണിക്കും, മൊത്തം ബീച്ച് റിസോർട്ടാണ് എല്ലായിടത്തും. ഇതെന്തോ കെട്ടി വെച്ചേക്കുന്നത്. നമുക്ക് മിക്കവാറും പോയി നമ്മള് രാത്രി നമ്മള് കഴിച്ചെടുത്ത് മിക്കവാറും കഴിക്കാൻ പറ്റത്തുള്ളതാണ് തോന്നുന്നത്. ചെറിയ റോഡാണെങ്കിലും നല്ല റോഡാ. ഇത് കണ്ട അപ്പുറത്ത് കായലാണ്, കണ്ട ഇവിടെ കടല്. ചെകുത്താനും കടലിൽ നടുക്കെന്ന് പറയുന്ന പോലെ കായലിലും കടലിലും നടുക്കാണ് ഗൈസ് നമ്മളിപ്പോ. അടിപൊളി. ആരടാ അവിടെ ഞഞ്ഞ പറയുന്നേ? ഞഞ്ഞോ ഞഞ്ഞ പറയുന്ന ആരടാ? ഏടാ? ചെറായി ബീച്ച് പോലീസ് സ്റ്റേഷൻ. ചെറിയൊരു പോലീസ് സ്റ്റേഷനില് അത് പൂട്ടിയിട്ടേക്കുന്നു. ആദ്യമായിട്ട് അടച്ചിട്ടരും അല്ലേ? അഴിച്ചുവിട്ട പറവെ പോലെ അങ്ങ് പോവാ. ദാണ്ടാ ഒരു പെങ്കൊച്ച് കുളിക്കുന്നുണ്ട്. നമ്മൊരു കണ്ട ചാടുന്ന കണ്ട. പക്ഷെ നമുക്കിപ്പം ചാടണം, നമുക്ക് വൈകിട്ട് ചാടാം. കഴിച്ചിട്ട് നമുക്ക് വൈകിട്ട് തകർക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ചെറായി ബീച്ച്. അതായത് നമ്മൾ അതിന്റെ ഫ്രണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ 1 മണിക്കൂറിന് പാർക്കിംഗ് ഫ്രീ 30 രൂപയാണ്. 2 മണിക്കൂറാണെങ്കിൽ 60 രൂപ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അതിനടുത്ത് മൊത്തം റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ഇവിടെ കയറിയാലോ? ചേട്ടാ ഇതല്ലേ പ്രോപ്പർ ചെറായി ബീച്ച്? ചെറായി ബീച്ച് തന്നെ അല്ലേ? ഇവിടെ നമുക്ക് ആഴം കുറവായിരിക്കും. ആഴം കൊണ്ടോ നല്ല ഉണ്ട്, പോവായിരുന്നാൽ മതി. ഗൈഡൊക്കെ ഉണ്ടല്ലേ? ഞാനിങ്ങനെ ഗൂഗിളിൽ വായിച്ചിട്ടുണ്ട് ഇവിടെ ഡോൾഫിൻ കാണും. അങ്ങനെ അത് ലക്ക് ഉണ്ടായും കാണാൻ പറ്റില്ല. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും ഡോൾഫിനെ? 5 വർഷം ഇതിലോട്ട് ഒരു ഡോൾഫിനെ പോലും കണ്ടിട്ടില്ല. 5 ദിവസമേ ആയിട്ടുള്ളൂ. ഓക്കെ ആണല്ലേ? ഡോൾഫിൻ ഇല്ലടി, 5 ദിവസമേ ആയിട്ടുള്ളൂ. ഡോൾഫിൻ ഉണ്ട് കേട്ടോ. ഡോൾഫിൻ ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഡോൾഫിനെ കാണാം. ഡോൾഫിനെ കണ്ടിട്ടേ പോകുന്നു. അതെന്തൊരു വർത്താനം. എന്നാ ഇവിടെ കിടന്നോട്ടോ. ഇവിടുത്തെ വെള്ളത്തിന് ഒരുമാതിരി കട്ടിയാട്ടോ, ഭയങ്കര കുടിവെള്ളത്തിന് ഒരുമാതിരി ചെവയുണ്ട്. ഇവിടുത്തെ മിനറൽ വാട്ടർ കുടിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. ദോശ, മസാല ദോശ, പൊറോട്ട, ഇഡലി വേണോ? ഉണ്ടോ? വേണം. 3 എണ്ണത്തിലൊന്ന് തൊട്ടേ. ഏതാ വേണ്ടേ നോക്കട്ടെ. തൊട്ട്. പൊറോട്ട. നീ അമ്മച്ചിമോ തന്നെ കേട്ടോ. പൊറോട്ട. ഇത് പൊറോട്ട അല്ല മക്കളെ, ഇത് ഒറ്റ പേരല്ലേ. ഇത് വിട്. ഓക്കെ. ബീച്ചിൽ ഇറങ്ങാതെ ആ മുഖം ഇത് തെളിയത്തില്ല. ഇന്ന് നമുക്ക് ഇറങ്ങാൻ തമ്പരും. കളിച്ചിട്ട് വന്ന് ബീച്ചിൽ ഇറങ്ങണം. ഇറങ്ങണം. പിന്നെ നിന്നെ ഇറക്കാതിരിക്കുവോ? ഇപ്പഴല്ല, ഇപ്പൊ കരിഞ്ഞ് ഉണങ്ങും വൈകിട്ട്. ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ ദോശ, നല്ല അടിപൊളി സാമ്പാർ കേട്ടോ. ടേസ്റ്റ് ചെയ്തു. നല്ല സാമ്പാറല്ലേ? സാമ്പാർ കഴിക്കാൻ കൊള്ളാല്ലേ? ചമ്മന്തി. നല്ല തീരുമാനം. നമ്മൾ കണ്ടേ 2 സൈഡും കായലാണ്. നമ്മൾ വണ്ടി ഇട്ടിരിക്കുക കേട്ടോ. പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഞാനും മൃദുലേ മാത്രമേ ഇറങ്ങിയുള്ളൂ. കുഞ്ഞിനെയും കൊണ്ട് ഇറക്കുന്ന കാര്യം വൺ ടാസ്ക് ആണ്. നമുക്ക് നീണ്ടങ്ങ് കിടക്കുകയാണ് സുഹൃത്തുക്കളെ കായല്. ഇത് കഴിഞ്ഞ കടൽ. അത് സ്ട്രെയിറ്റ് കടലാണ്. അത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സ്ട്രെയിറ്റ് കടൽ, അത് ഒരുപാട് തെങ്ങും തോട്ടങ്ങൾ. ഇതിനിടയ്ക്ക് ചെറിയ ലാൻഡേ ഉള്ളൂ കേട്ടോ. ഈ നമ്മുടെ ചെറായി ബീച്ച് എന്ന് പറയുന്നത് വളരെ ചെറിയ ലാൻഡേ ഉള്ളൂ. അപ്പുറവും ഇപ്പുറവും കൂടുതലും കടലും കായലും ഐലൻഡാ. സത്യം, ഈ റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഐലൻഡാണ്. നല്ല ഭംഗിയായിട്ടോ കാണാൻ. നല്ല സ്ഥലങ്ങൾ. അതായത് ഇത്ര നാളായിട്ട് ഇവിടെ വരാൻ പറ്റിയത് ഇപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചെറായി ബീച്ച് ആരെങ്കിലും വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ സുഹൃത്തുക്കളെ. അതിമനോഹരമാണ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ വൈകിട്ട് ഇറങ്ങാം. കരിയും. അപ്പൊ നമുക്ക് വൈകിട്ട് ഇറങ്ങണം. അമ്പൂട്ടനെ കുണം വന്ന് തുടങ്ങി. നമ്മളിത് വണ്ടി മെല്ലെ എടുക്കുകയാണ് സുഹൃത്തുക്കളെ.
ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ ഈ സ്ഥലം. ഇത്രയും ബ്യൂട്ടി. നമ്മള് രാത്രി ഇതുവഴി വന്നപ്പോഴേ നമ്മുടെ മനസ്സ് പറഞ്ഞു എടുക്കണം. രാത്രി വന്നപ്പോ ഞാൻ വിചാരിക്കുകയും ചെയ്തു, അയ്യോ മിസ്സായല്ലോ, രാത്രി ഫുള്ള് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. എന്തായാലും അടിപൊളി. നമുക്കിപ്പോ നേരെ റൂമിലോട്ട് പോവാം. റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം കറക്റ്റ് ഈവനിങ് ഇറങ്ങേ. നമ്മൊരു പോപ്പിൻസ് കളിക്കാം. പോപ്പിൻസ് ഇതിനടുത്ത് നിന്റെ കൈമാ, ആ തമ്പുരുവിന്റെ കൈമാ കേട്ടോ അത്. ഇതിനകത്തുനിന്ന് ഞാൻ ഒരു പോപ്പിൻസ് മുട്ട എടുക്കും. അതിന്റെ കളർ ഏതാണെന്ന് തമ്പുരു ഗസ് ചെയ്യണം. കറക്റ്റ് കളർ ആണെങ്കിൽ തമ്പുരിന് എന്നെ അടിക്കാം, കളർ തെറ്റാണെങ്കിൽ ഞാൻ തമ്പുരിനെ അടിക്കും. അങ്ങനെ ഇപ്പൊ ഇവിടെ കളി ഇവിടെ എങ്ങനെ പിടി ക്യാമറ പിടി. ഇത് ഏത് കളറാ ഇത് ഏത് കളറാ പറ ഏത് കളറാന്ന്. കണ്ണ് പറഞ്ഞോ. ഏത് കളറാ നീ കളിക്കുന്നോ കാളെ? എന്നാ വാ പറ. വേഗം പറ. പച്ച പിടി. തിരിച്ച് തമ്പുരു അടിക്കുമതുപോലെ ഇനി അവള് നടത്തും. ഏട്ടാ ഇരി. മുന്തിരി കളർ എനിക്കറിയാം. പണ്ടോട്ട് പോപ്പിന് രണ്ടാമത്തെ മുന്തിരി കളറാ. ആദ്യം എടുത്തപ്പോ രണ്ടാമത്തേക്ക് നോക്കി വെച്ചല്ലേ. അതുകൊണ്ട് കാര്യമില്ല, ഞാൻ കണ്ടുപിടിച്ചു. നിനക്കറിയില്ല. തെരയുടെ ശബ്ദമൊക്കെ കേട്ട് നമ്മളത് ഇങ്ങനെ കിടക്കണം. അമ്മ അവിടുന്ന് പാടുന്നുണ്ട്. തമ്പുരീനിൽ ഇതിനെ മേലിൽ കിടക്കണോന്ന് പറഞ്ഞ മേലിൽ കിടക്കണം. നമ്മളെ കിടക്കണം. ഇവിടെ നമ്മൾ അമ്മക്ക് അവിടെ പോടി പിന്നെ നമ്മളൊന്ന് കിടന്ന് മയം കട്ടെ കേട്ടോ. ഉച്ചക്ക് ബീച്ചിൽ പോയി സുഖമില്ല. വൈകിട്ട് പോവാം. ഈവനിങ് വൈകിട്ട് ഉറങ്ങിയതിന് ശേഷം തമ്പുരുവിനെ ഇവിടെ ആക്കിയിട്ട് പോവാം. തമ്പുരുവിനെ ഇവിടെ ആക്കിയിട്ട് പോവാന്നല്ലേ? ഉറങ്ങുകയാണ്. ഉറങ്ങടി ഗൈസ്. അങ്ങനെ ഒരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞു. ഞാൻ സ്വിഗ്ഗിയിൽ നിന്നാണ് പൊതിച്ചോറ് ഓർഡർ ചെയ്തു. അങ്ങനെ 10 കിലോമീറ്റർ ഫുഡിനെക്കാട്ടി ഡെലിവറി ചാർജ് ആയി. ഫുഡ് കഴിക്കാൻ മൃദുലെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ഞാനും നല്ലൊരു ഉറക്കം ഉറങ്ങി. എന്നിട്ട് നോക്കുന്നത് ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല, എല്ലാരും ഉറങ്ങി. അവനെ ഞാൻ അങ്ങോട്ട് പതിയെ അങ്ങോട്ട് ഉറക്കി വന്നത് ഏട്ടന്റെ ഫോൺ അടിച്ചാൽ. പിന്നെ തമ്പുരു ഭയങ്കര ശല്യപ്പെടുത്തലായിരുന്നു മുതലേ. ഞാനല്ല. ആരെ കൈ കൊണ്ട് അടിച്ചത്? കഴിക്കാം കേസ്. നോക്ക്, നീ എന്നെ നോക്കണ്ടേ? ഫുഡ് കഴിക്കാം. പൊതിച്ചോറ് കഴിക്കാം. ഗൈസ്, കഴിക്കാനായിട്ട് ചോറ്, ചിക്കൻ ഫ്രൈ, സോയാബീൻ സാധാരണ പൊതിച്ചോറ് കാണാതെയാണല്ലോ. മീൻ വറുത്തത്, മുട്ട വറുത്തത്, ഇട്ടിട്ട് ബീട്രൂട്ട്, സാമ്പാറും മീൻകറി. പൊതിച്ചോറൊരു ആവറേജ് ആട്ടോ. ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഈ ഭാഗത്ത് ഇതൊക്കെ കിട്ടിയത് തന്നെ ഭാഗ്യം. ഇവിടെ അങ്ങനെ ഭയങ്കര റിവ്യൂസൊക്കെ നോക്കി. അങ്ങനെ അടിപൊളി റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. ഒന്ന് കഴിച്ചു നോക്കി. ഒരു ആവറേജ് ടേസ്റ്റ് അല്ല. അല്ലേ? ഒരു ആർക്കും വേണ്ടത് പോലെ ഉണ്ടാക്കി. അത് സോയാബീൻ കറി പച്ച വെള്ളം കേട്ടോ. നമുക്ക് വെള്ളം ഞാൻ കുറെ അബദ്ധം പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് റിവ്യൂസ് നോക്കിയിട്ട് അതിലുള്ളതിൽ ഇച്ചിരി 4.4 റിവ്യൂ ഉള്ളത് നോക്കി ഒരു ഹോട്ടലിൽ നിന്ന്. അവിടെ തന്നെ ഇത് വേണമെങ്കിൽ പിന്നെ ഇവിടുത്തെ 4-നൊക്കെ താഴെയുള്ള റിവ്യൂസ് ഉള്ള അടുത്തുനിന്ന് പിന്നെ അത് ഇറക്കിയിട്ടല്ലേ കൊള്ളാന്ന് പറയുന്നു. കൊള്ളാമോ? മുട്ട വറുത്താണോ? ചിക്കൻ അല്ല, സോയാബീനാ. നമ്മളിത് ബീച്ചൊക്കെ കണ്ട് പൊതിച്ചോറ് കഴിക്കുന്നു. ഏതാ മൂഡ്? അംബാനി മൂഡ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് കംപ്ലീറ്റ് കഴിക്കാൻ. അപ്പൊ കഴിച്ചിട്ട്
നമ്മളിത് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി മൃദുല തോന്നിക്കുന്ന പേടിയാ നിന്നെ ആരും ഇവിടെ പിന്നെ വലിയ തിര വരും ഡേഞ്ചർ ഇങ്ങനെ ഇരുന്നൂടെ എവിടെ ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല കേസ് അവിടെ എന്റെ കൂടെ ഇറങ്ങി വന്നേ കേട്ടോ അടിപൊളി സംഭവം. ഞാൻ ഇവിടെ ഇറങ്ങി വന്ന വേറെ ഒന്നുമല്ല, ഒരു സാധനം നമ്മൾ അവിടെ താഴെ പോയി അത് എടുക്കാൻ വേണ്ടി വന്നതാ. അമ്പൂട്ടന്തേ തിര കാണും കേട്ടോ. ഇപ്പം തിര നല്ല കയറി വരുന്നുണ്ട്. കാരണം ഇങ്ങൊക്കെ വന്നിട്ട് ഇന്നലെ അങ്ങ് നിന്നതാ. പോവാം. ഇപ്പൊ നമ്മളിത് ഈവനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഈവനിങ് ഇത് എല്ലാരും ചൂണ്ടയിടലാട്ടോ. സൈഡ് ഫുള്ള് ചൂണ്ടിടക്കണോ. ഇന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഒരു മനുഷ്യ ഇല്ലാത്തായിരുന്നു കണ്ടോ. ഇന്ന് പാർക്കിംഗ് ഫുള്ളായിട്ട് നമ്മളോട് ഒരു പ്രൈവറ്റ് പാർക്കിങ്ങിന്റെ അവിടെയാണ് പാർക്ക് ചെയ്തത്. അവിടെ 30 രൂപ, ഇവിടെ 50 രൂപയാണ് കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് തോനെ മൊത്തം TN രജിസ്ട്രേഷൻ വണ്ടിയാണ് ഞാൻ കൂടുതലും കണ്ടത് കണ്ടോ. ഇത് TN ആണ്. ബസ്സുകൾ കിടക്കുന്ന എല്ലാം മിക്കതും TN കേട്ടോ. വേണ്ടേ ബസ് TN, ആ വണ്ടി TN. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. എടി ഉച്ചയ്ക്ക് ഒരു മനുഷ്യ ഇല്ലാതായിരുന്നേ, ഫുള്ള് പാർക്കിങ്. അമ്പേ ഒളിങ്ങണേനെ മുളക് ബജ്ജി, വട എടുത്തെടുത്തോ. ഓക്കെ മുളക് ബജ്ജി പിന്നെ എരിയാണോ വലിയടി? വട എരിയില്ല. കൊള്ളാമോ? തമ്പുരു മണ്ണി കളിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറായിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ എന്തിനടി ഇത് വാങ്ങിച്ച മണ്ണി കളിപ്പിക്കത്തില്ലെങ്കിൽ ആറ്റാമ്പുളൊക്കെ സാധനം കേട്ടോള്. തിരക്ക് നോക്കൂ സുഹൃത്തുക്കളെ. ഇവിടെ എല്ലാരും പട്ടമൊക്കെ പറത്തുന്നുണ്ട്. വൈബ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വന്നപ്പോ രാവിലെ കാപ്പ് കുടിക്കാൻ വേണ്ടി വന്നപ്പോ ഒരു മനുഷ്യല്ലായിരുന്നു. അടിപൊളി. ചെറായി ബീച്ചിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മള് മുനമ്പം ബീച്ചിലേക്ക് മുനമ്പം അല്ലേ ആണ്ടാ. ഇത് കണ്ടോ ഇത് രണ്ടിലും ഇതുണ്ട ലാൻഡ് ഇത്രേ ഉള്ളൂ. കണ്ടോ ഇപ്പുറം കണ്ടോ വെള്ളം നടുക്കൂടുള്ള ഒരു ചെറിയൊരു ഇതിൽ കിടക്കാൻ പൊക്കോണ്ടിരിക്കുന്നത്. ചെറിയ റോഡ് കാണാൻ നല്ല അടിപൊളി റോഡ്, നല്ല തണലുള്ള റോഡ്, ഡ്രൈവ് ചെയ്യാൻ നല്ല രസമുണ്ട്. സൈഡ് ഫുള്ള് ബീച്ച്. എല്ലാവരും ചൂണ്ട ഇടുക കേട്ടോ. അവിടെ മെയിനായിട്ട് വൈകുന്നേരം ഭയങ്കര തിരക്കാ. ചൂണ്ട വലയിടുന്ന ആൾക്കാർ, ബോട്ടിങ്, പിന്നെ ടൂറിസ്റ്റുകൾ, ഫോറിനേഴ്സ്, അങ്ങനെയൊക്കെ വൈബാണ് കേട്ടോ. അവിടെ തമ്പുരുവിന് മറ്റേ കളിച്ചോളാന്ന് ഭയങ്കര മുട്ടി നിക്കുക കേട്ടോ. നീ എവിടെയും മണപ്പുറത്തുണ്ടെങ്കിൽ ഇറക്കി ഇറക്കൊന്നുമില്ല. ഓടുന്ന പതുക്കെ തമ്പുരു ഇവിടെ ഇരുന്ന് കളിച്ചോ? കളിക്കോ? ഇതൊഴിയാ. ഓ ഏട്ടാ നമ്മളെ തിരിച്ചടിച്ചോ. എന്തായിരുന്നു ഇതിലേക്കൂടെ ഡ്രോൺ പറത്തിയാൽ മതി. അവിടെ പോണ്ടാന്ന് പെണ്ണ് ഭയങ്കര കൗണ്ടർ അടിയാ കേട്ടോ. എന്നെ ശരിയാക്കണം. നിന്നിട് ഞാൻ വാങ്ങിച്ചു എന്റെ പാത്രം കളിപ്പാട്ടോട്. ഞാൻ കളിക്കാം. അത് തന്നെ പാത്രം കളിപ്പാട്ടോ. ജസ്റ്റ് മിസ്. നെറ്റില്ലായിരുന്നു മൃദുലയുടെ തലയ്ക്ക് വന്നിരുന്നേ. ഗോള് ചിരിയോട് ചിരി കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഡോൾഫിൻ ഉണ്ടെന്നത്. ചേട്ടനൊക്കെ ഇപ്പം കണ്ടു ഡോൾഫിനെ. രാവിലെ എന്നും കാണാം ആണല്ലേ?
ഡോൾഫിൻ ഞാൻ പറഞ്ഞപ്പോൾ നീ തള്ളാന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ബീച്ചിലെ അറമാതിപ്പീര് കഴിഞ്ഞു. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. തല നനച്ചില്ല. ഹോട്ടലിൽ മൊത്തം നനഞ്ഞു. എവിടെ മൊത്തം നനഞ്ഞു. ഇനി ഒന്നിനും കൊള്ളില്ല. നമ്മള് പാപം ഇതിലൊന്നിലും ഇല്ല അമ്പുവേ. നമ്മളിതിലൊന്നിലും ഇല്ല. എന്നിട്ട് മണല് തെറിച്ച് പാപം. ദൂരെ ഇത് കണ്ടായിരുന്നു നമ്മുടെ റിസോർട്ടിന്റെ നമ്മളെ ആ ഒരു ഹോട്ടലിന്റെ വ്യൂടെ അവിടെ വെച്ച് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ വണ്ടി കയറ്റി വിടുന്ന സ്ഥലമായിരിക്കും. പക്ഷെ വണ്ടി കയറ്റി വിടത്തില്ല കേട്ടോ. ഇവിടെ വണ്ടി നമുക്ക് പുറത്തിട്ട് നമുക്ക് ഇതുപോലെ നടക്കാം. അടിപൊളി സെറ്റ്. ഇവിടെ കായലാണ് സുഹൃത്തുക്കളെ. അതെ അവിടെ കടലാണ് സുഹൃത്തുക്കളെ. അടിപൊളി. കായലിൽ ഇറങ്ങരുത്. ഇവിടെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ട്. മാങ്ങയുണ്ട്, ഇത് മാങ്ങ മസാലയുണ്ട്, നെല്ലിക്ക, കാരക്ക എല്ലാം ഉണ്ട്. ചേച്ചിയുടെ ഇവിടെ കപ്പയുണ്ട് കേട്ടോ. കപ്പ ആ കപ്പയും മറ്റേ കറി എന്ത് വരുന്നത്? ആ മീൻ കറി മതി. നമ്മളിത് കായലിൻ്റെ സൈഡിലിരുന്ന് കപ്പയും മീൻ കറിയും കഴിക്കാൻ വേണ്ടി പോകണം സുഹൃത്തുക്കളെ. പിന്നെ നീ ഇത് കൈ കഴുകണ്ടേ? കൈ മൊത്തം മണലല്ലേ? എൻ്റെ കൈ കൊണ്ടുപോയി മിനറൽ വാട്ടർ കൂടി വാങ്ങാം. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോടും. എടി ഇതൊക്കെ വാങ്ങിച്ചോ. ഓക്കെ ഗൈസ്, നമ്മളിതേ അവിടെ ചേച്ചിയുടെ കടയിൽ നിന്ന് കപ്പയും നല്ല ഇത് പേര് മീനിൻ്റെ പേര് എണ്ണയൊക്കെ കാണും. ഒഴിച്ചോ മണ്ടയിലോട്ട് ഒഴിച്ചോ. മുളകൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. പൊളി കളർ നോക്ക്. കൊള്ളാമോ? അടിപൊളി. എങ്ങനെയുണ്ടെന്ന് നോക്കണേ അമ്മ. നല്ല പുളിയും നല്ല എരിയും അടിപൊളി കറി. അതിലെ മീൻ ഫ്രഷ് ആട്ടോ. മീൻ കഴിച്ചാമ്മ? മീൻ കഴിച്ചു നോക്കിയാ? കഴി അടിപൊളിയല്ലേ? ഒരു മുളകും അങ്ങ് പോയോ കേട്ടോ. എങ്ങനെ ഉണ്ട്? സൂപ്പർ സാധനം കേട്ടോ. ഇങ്ങനത്തെ ഞാൻ കഴിച്ചോളാം. പപ്പയും പിച്ചി അങ്ങോട്ട് വാരി അങ്ങോട്ട് എടുത്ത് എൻ്റെ മോനെ. ഒറ്റപ്പൂ അത് നമ്മളെ കായൽ കണ്ടോണ്ട്. നെക്സ്റ്റ് ഐറ്റം മാങ്ങ വിത്ത് മസാല. യാ മോനെ എപ്പടി മധുരം വിത്ത് എരി. പഴുത്ത മാങ്ങ, എരിയുള്ള മസാല. ഇത് പൈനാപ്പിൾ വിത്ത് തേനെ. പൈനാപ്പിൾ വിത്ത് തേൻ. ഇതെല്ലാം വെറൈറ്റി ടേസ്റ്റ്. സൂപ്പർ. ഒരു മിട്ട് വന്നിട്ടുണ്ട്. മിട്ടു വെച്ചിട്ട് കൊടുക്കാം. എന്നാ മിട്ടു കഴിച്ചോ. അയ്യോ കൂട്ടുകാരനില്ല കേട്ടോ, തീർന്ന്. ഹൗസ് ഇറ്റ് ടേസ്റ്റി? ഒന്നും പറയുന്നില്ല. ഹേ ഗായ്സ്, കടൽ വിത്ത് മഴ. ഞാൻ വന്ന് കുളിച്ച് തല നിറച്ച് മണൽ. അയ്യോ മിന്നലും മഴയും കടലും മുതലേ വൈബ് കേട്ടോ. ഇവിടെ ഇനി കയറാൻ പറ്റത്തില്ല. ഇവിടെ മൊത്തം വെള്ളമായി കേട്ടോ. നമ്മള് ഫുഡ് കഴിച്ചില്ല ഗായ്സ്. അല്ല കപ്പയും മീൻകറിയും കഴിച്ച്. എന്നാലും അത് വിശക്കുന്നു. ഇപ്പോ കുളിച്ചിട്ടൊക്കെ ചാടിയിട്ടൊക്കെ വന്നപ്പോ വിശക്കുന്നു ഗൈസ്. നല്ല അടിപൊളി മഴ, ഇടിയുണ്ട് ഗൈസ്. നല്ല ഇടിയുണ്ട് കേട്ടോ. നൈറ്റ് ഡ്രൈവ് വിത്ത് ചെറായി ബീച്ച്. കൂടെ മിന്നൽ ഇടിയും. അതെ, വേറെ ആരുമില്ല. നമുക്ക് വേണ്ടിയുള്ള ടൈം ഭയങ്കര സീരിയസ്ലി. അങ്ങനെയല്ല. അമ്പൂട്ടിനെ എല്ലാവരും ഉള്ളതാണ് ഹാപ്പി. ബട്ട് ഞാൻ എവളുമായിട്ടുള്ള ഒരു ഒന്നിച്ചുള്ളൊരു സ്പേസ് ഇല്ല ഇപ്പൊ. അത് ഭയങ്കര മിസ് ചെയ്യുന്നില്ലേടി? മിസ് ചെയ്യുന്നുണ്ടോ? നമ്മള് പണ്ടൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു സീരിയസ്ലി. കുഞ്ഞുള്ളപ്പോ ഹാപ്പി ആണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ കുറെ നാളായിട്ട് ഈ വീട് വെച്ചപ്പം തൊട്ട് വീട്ടിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുകൂടെ ഉള്ള നമ്മളെ കൂടെ എല്ലാവരും കാണും.
അപ്പോൾ നമ്മളെപ്പോഴും ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമുക്ക് ഇഷ്ടം. അന്നും പണ്ടും അതെ, നമ്മളെ വീഡിയോ കാണാൻ നോക്കുക, എല്ലാവർക്കും നമുക്ക് എപ്പോഴും ഒന്നിച്ച് എല്ലാരും കംഫോർട്ട് സോണിൽ നിർത്തിയിട്ട് ചെയ്യാനാണ് നമുക്ക് സന്തോഷം. ബട്ട് അതിനിടയ്ക്ക് നമ്മളെന്നുള്ളൊരു സ്പേസ് എവിടൊക്കെയോ മിസ്സായി പോകുന്ന പോലെ. ഇപ്പൊ ഇവിടെ വണ്ടി കയറി ഞാനിവിടെ മാത്രമായിരുന്നപ്പോഴേ എനിക്കത് പെട്ടെന്ന് എനിക്ക് തോന്നി. ഞാനിവിടെ വരട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു കുഞ്ഞുള്ളാണെങ്കിൽ അവൻ അടുത്ത വരല്ലേ പോകുന്നുള്ളൂ. അതല്ല അമ്മയുടെ അടുത്ത് ഇരുന്നോളൂ, അമ്മ നടന്നോളൂ. അതെല്ലാം തമ്പുരു ഉണ്ടല്ലോ, കുഴപ്പമില്ല. നൈസ് ഡ്രൈവ്. എനിക്ക് ചെറിയ സ്ഥലം ഇഷ്ടപ്പെട്ടു. ബട്ട് കുറച്ചും കൂടി നല്ല ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഫുഡ് സ്പോട്ടൊക്കെ കുറവാണ് ഇവിടെ. അത് നമ്മളെ വർക്കല ആയാലും നല്ല ഈ ബീച്ചിന്റെ സൈഡ് നല്ല ഹോട്ടൽ കിട്ടുന്ന പാടാം. അത് ഗോവ ആയാലും അത് തന്നെ. ബീച്ച് ഉള്ളിടത്തൊന്നും നല്ല ഫുഡ് കിട്ടത്തില്ല. അത് എന്താ അത് ശാപം തോന്നുന്നു. നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലടി. അടിപൊളിയായിട്ടുള്ള ഇതായാലും നീ പറഞ്ഞ മറ്റേ കുട്ടൻ ചേട്ടന്റെ ശിവേട്ടന്റെ കട അതല്ല, ഇത് വേറെ. ഇവിടെ കയറുന്നോടി നോക്കാം. കുട്ടാടി സീ ഫുഡ് ആൾക്കാർക്ക് ശിവേട്ടന്റെ കടയിലും ഉണ്ട്. ശിവേട്ടന്റെ കടയിൽ ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞു. ശിവേട്ടന്റെ കടയിൽ തന്നെ വാങ്ങാം. ഇവിടെ എല്ലാ രണ്ടും കട ചോദിച്ചപ്പോ ശിവേട്ടന്റെ കട അത് കാണിച്ചു കൊടുത്തു. ശിവേട്ടന്റെ കട നല്ല കട എന്ന് പിന്നെ പറഞ്ഞു കേട്ടോ. കാണാൻ പറ്റുന്നില്ല. വെള്ളം ബീച്ചിൽ വന്നാൽ ബീച്ച് ഡ്രസ്, ഷർട്ടും അണ്ടർവെയറും അത് തമ്മിൽ യാതൊരു മാച്ചും ഇല്ല. ബനിയന് വരുന്ന കുഴപ്പമില്ലായിരുന്നു. താങ്കളുടെ കാണിക്കട്ടെ. ഇതാണ് കേട്ടോ കട, ശിവേട്ടന്റെ കട. വണ്ടി എന്നെ ഒരു അഴകാവാൻ മിന്നലിന്റെ ഇടയ്ക്ക് കിടക്കുന്ന കാണാൻ. നോക്കടി ബ്യൂട്ടി, നോക്കടി എന്റെ വണ്ടിയുടെ പൊള്ളി പൊള്ളി. ചേട്ടാ എനിക്കൊരു ഗോൾഡ് ഫിഷ് മസാല. ഇതിനാരും ഒന്നും ചെയ്തില്ലടി. എടി പൊടി ഗോൾഡ് ഫിഷിന് ആരെങ്കിലും കറി വയ്ക്കും? ഇന്നേ വരെ ഗോൾഡ് ഫിഷ് കറി വെച്ചത് എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ മീൻ ഭയങ്കര ലക്കിയാണ്. ഇതിനാരും ഒന്നും ചെയ്തില്ലെന്നറിയാം. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് സെപ്പറേറ്റ് പറഞ്ഞു, ചേട്ടാ ഇച്ചിരി ചാറ് തോനെ വെക്കണേന്ന്. ഇതെന്തോടി കരിമീൻ അല്ലേ? കരിമീൻ അല്ല 200 സംതിങ് ആണ് ഇവിടെ. പിന്നെ മീനൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. കായലും ഇഷ്ടം പോലെ. റേറ്റ് ഇച്ചിരി ഓവർ പ്രൈസിലാട്ടോ. ഇത് ഈ ഒരു മീന് 300 രൂപ, ഇത്ര സംതിങ് രൂപയുണ്ട. ഇത് കണവയുണ്ട്, അപ്പമുണ്ട്, പുട്ടുണ്ട്, കപ്പയുണ്ട്. ഇത് മീൻ കറി. കപ്പ എടുത്ത് പുട്ട് കൊടുത്ത് അപ്പം കൊടുത്ത്. പുളി ഇവിടെ എല്ലാം നല്ല പുളി. ചെമ്മീനല്ല, കരിമീൻ. കരിമീൻ വലിയ ടേസ്റ്റ് ഇല്ല. ആണോ? അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കറി വെച്ചിരുന്നോ? കരിമീൻ കറി കൊള്ളൂല. കരിമീൻ പൊള്ളിച്ചത് അല്ലെങ്കിൽ ഫ്രൈയെ കൊള്ളൂ. കരിമീൻ കറി വെച്ചാൽ കൊള്ളൂല. എന്താ മൂഡ്? ഇതാണ് അംബാനി മൂഡ്. കടലും കണ്ട് വേറൊരു മൂടുണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ഇവിടെ വന്നു വേവിച്ച് കഴിക്കണം. ഓ അത്രയ്ക്ക് മൂഡ് വേണ്ട. മിന്നലും ഉണ്ട് കേട്ടോ. അപ്പൊ നാളെ കാണാം. നാളെ നേരെ നമ്മളിവിടുന്ന് കോഴിക്കോട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള കാണുന്നവരെ ബൈ.